ഇന്നലെ വരെ നമ്മൾ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന തിരുവനന്തപുരത്തെ ഒരു ജില്ലയിലെ നേതാവായി കണ്ടിരുന്ന രാജേഷ് ഒരു നാഷണൽ ഫിഗറായിട്ട് മാറുകയാണ്. രാജേഷ് സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മലയാളത്തിലാണെന്ന്. രാജേഷ് ഒന്നാന്തരം ഇംഗ്ലീഷിൽ, അതാണ് ഞാൻ AA റഹീമിൻ്റെ കാര്യം പറഞ്ഞത്. വളരെ ഫ്ലുവൻ്റായിട്ട് വളരെ കൃത്യമായി പ്രധാനമന്ത്രി കേൾക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചത് മാത്രമല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകളെ പറഞ്ഞു. രാജേഷ് പറഞ്ഞ ഇങ്ങനെയാണ്: ഞങ്ങൾ അധികാരത്തിൽ വന്ന 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഇരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോദി അത് കേട്ട് മോദി ഇങ്ങനെ നോക്കി തൊഴുതു. മോദി സാഗൂതം രാജേഷിൻ്റെ പ്രസംഗം, ഇംഗ്ലീഷിലുള്ള പ്രസംഗം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇംഗ്ലീഷിൽ, പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആശാന്മാർക്ക് വരെ ഇംഗ്ലീഷിൽ 2 സെൻറ്റൻസ് തികച്ച് പറയാൻ അറിയില്ല. എഴുതി വായിച്ചാൽ തെറ്റും, നോക്കി വായിച്ചാൽ തെറ്റും. അങ്ങനെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ മേയർ വളരെ ഫ്ലുവൻ്റായിട്ട് അതിമനോഹരമായി തൻ്റെ കാര്യങ്ങൾ മോദി കേൾക്കാൻ വേണ്ടി, പ്രധാനമന്ത്രി കേൾക്കണമല്ലോ, മലയാളത്തിൽ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മോദിയുടെ കാതിലെത്തുമ്പോൾ ഒരുപാട് വൈകും. അതുകൊണ്ട് വൈകുമെന്ന് പറഞ്ഞാൽ അത് മോദി പിന്നെ പൂർണ്ണമായി അറിയണമെന്നില്ല എന്താണ് രാജേഷ് മലയാളത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. മോദിക്ക് ഇംഗ്ലീഷ് വളരെ കൃത്യമായി അറിയാവുന്ന നരേന്ദ്രമോദി അത് സാഗൂതം കേൾക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. മോദിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മോദി വരുമ്പോൾ, പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു വികസന രേഖ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 10 ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ടങ്ങ് പോയി. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 15 ദിവസം കഷ്ടിച്ച് കിട്ടി. 15 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു നയരേഖ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതങ്ങ് പരിഗണിച്ച് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങയുടെ ഭാഗത്തു നിന്ന് ചെയ്തു തരാവുന്ന സഹായങ്ങൾ ചെയ്തു തരണം. നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഞാൻ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന 51 കൗൺസിലർമാരുടെ മാത്രം പേരിലല്ല, ഈ കോർപ്പറേഷനിലെ 100 കൗൺസിലർമാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. നോക്കൂ, എന്തൊരു സ്റ്റേറ്റ്മാൻഷിപ്പാണ്. എൻ്റെ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യം ഇതാണ്, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സഹായിക്കണം എന്നല്ല രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ കോർപ്പറേഷനിലെ മുഴുവൻ കൗൺസിലർമാർക്കും, കോൺഗ്രസ്സുകാരും CPMകാരുമായ കൗൺസിലർമാർക്ക് വേണ്ടി കൂടെ ഞാൻ സംസാരിക്കുന്നു. കാരണം അവരെല്ലാം വേറെ പാർട്ടിക്കാരാണെങ്കിലും ആദരണീയനായ പ്രധാനമന്ത്രി അങ്ങയുടെ വരവ്, അങ്ങ് ഈ നഗരത്തിന് വേണ്ടി, ഈ കോർപ്പറേഷന് വേണ്ടി അങ്ങ് ചെയ്യുന്ന സഹായങ്ങൾ അവർ കാത്തിരിക്കുന്നു. അതുകൊണ്ട് 51 പേർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. തിരുവനന്തപുരത്തിന് അങ്ങയുടെ സ്നേഹമുണ്ടാവണം, കരുതലുണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉന്നതമായ രാഷ്ട്രീയ മൂല്യമുള്ള ഒരാൾക്ക് വേണ്ടി, അങ്ങനെ ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ.